വയറ്റിപ്പിഴപ്പിനിറങ്ങിയ കുറുവാ സംഘവും അടിപടലം കക്കുവാൻ ഇറങ്ങിയ ആത്മീയ കുറുവാ സംഘവും. കേരളത്തിലെ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ജനങ്ങൾ വളരെയേറെ ഭീതിയിലാണ് ഇന്ന് കഴിയുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുറുവാ മോഷണ സംഘത്തിൻ്റെ പ്രവർത്തന രീതി വ്യത്യസ്തമാണെന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ ജനം വളരെയേറെ ജാഗ്രതയോടെ മീശമാധവൻ സിനിമയിൽ ഭഗീരഥൻ പിള്ള ഇരിക്കുന്നത് പോലെ ഇരിക്കണമെന്നും, ഇല്ലെങ്കിൽ കിണ്ടി വരെ അടിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ട്, പിന്നെ പോയിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ശബരിമല സീസൺ പോലെ ഉത്സവകാലമാകുമ്പോഴാണ് കേരളത്തിൽ കുറുവാ സംഘം മോഷണത്തിന് ഇറങ്ങുന്നത്. തിരിച്ചറിയാതിരിക്കുവാനും പിടിക്കപ്പെടാതിരിക്കുവാനും കുറുവാ സംഘം പ്രത്യേക രീതിയിൽ വേഷം കെട്ടിയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ പട്ടിണി മാറ്റുവാൻ, അല്ലറ ചില്ലറ മോഷണങ്ങൾ നടത്തുവാനാണ് കുറുവാ സംഘം വരുന്നത്. എതിർക്കുവാൻ നോക്കിയാൽ മാത്രമേ ഇവറ്റകൾ ആക്രമിക്കുകയുള്ളൂ. എന്നാൽ 365 ദിവസവും പ്രത്യേക വേഷവും കെട്ടി തീവട്ടിക്കുള്ളയ്ക്ക് നടക്കുന്ന ആത്മീയ കുറുവാ സംഘങ്ങളെ ജനങ്ങൾക്ക് പേടിയില്ല എന്ന് മാത്രമല്ല, അവരെ പിതാവേ, തിരുമേനി, അച്ഛ, പാച്ചറെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവർ മോട്ടിച്ചാലും വഞ്ചിച്ചാലും വലിപ്പിച്ചാലും ജനങ്ങൾക്ക് പറ്റിക്കുകയാണ്, അവർ മോട്ടിക്കുകയാണ് എന്ന തോന്നലുണ്ടാകില്ല എന്നാണ് പ്രമുഖ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പച്ചാളം പൊറിഞ്ചു ITV ന്യൂസിനോട് രഹസ്യമായി പറഞ്ഞത്. പരസ്യമായി പറയുവാൻ അങ്ങേർക്ക് പേടിയാണത്രേ. എന്തിന്? പോലീസുകാർക്ക് പോലും ഇവറ്റകളെ സംശയമില്ല, ബഹുമാനമാണ് എന്നതാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. നമുക്ക് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു വ്യത്യാസം പരിശോധിക്കാം. ആരാണ് കുറുവാ സംഘം എന്ന കള്ള ബടുബകൾ എന്ന് നോക്കാം. ആയുധധാരികളായ സംഘം എന്നാണ് കുറുവാ സംഘം എന്ന വാക്കിന്റെ അർത്ഥം. ഇവരുടെ പണിയോടുള്ള ആത്മാർത്ഥതയും ആ പ്രൊഫഷണലിസവും കണക്കിലെടുത്ത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ സ്ഥാനപ്പേര് ചാർത്തിക്കൊടുത്തത്. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് ഒറിജിനൽ 916 കുറുവാ സംഘം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത്. ചെറിയൊരു സഭ എന്ന് വേണമെങ്കിൽ പറയാം. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കുവാൻ പോകുന്നത്. മോഷണത്തെ വളരെ പവിത്രമായ ഒരു തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാകില്ല എന്നതാണ് അതിൻ്റെ ഒരു ഇത്. പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം കൂട്ടിച്ചേർത്താണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും പോകുന്നത്. പിടിക്കപ്പെട്ടാൽ വഴുതി രക്ഷപ്പെടുവാൻ ദേഹത്ത് എണ്ണയും തേച്ച് പരമാവധി വസ്ത്രം കുറച്ചാണ് ഇവർ ധരിക്കാറ്. താടിമുടികൾ നീട്ടി വളർത്താറില്ല. ഇനി അതിലെങ്ങാനും കയറി പിടിച്ചു വലിച്ചാൽ പോയില്ലേ അല്ല. വനിതാ പോലീസുകാരാണ് പിടിക്കാൻ വരുന്നത് എന്ന് കണ്ടാൽ നിക്കർ വരെ ഊരിയെറിഞ്ഞിട്ട് ഓടിക്കളയും. വനിതാ പോലീസുകാർക്ക് നാണം വരുവാൻ വേണ്ടിയാണ് ഈ സ്ട്രാറ്റജി വികസിപ്പിച്ചെടുത്തത് എന്ന് തിരുടന്മാരുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന മണിയാണ്ടി ITV ന്യൂസിനോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവെക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് അവരുടെ രീതി. ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധനഗ്നരാകും, ദേഹമാകെ എണ്ണയും കരിയും പുരട്ടും. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല പോലും. അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുകയാണ് ഇവരുടെ രീതി. കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ നൈസായി പുറത്തേക്ക് ഇറക്കി അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതും ഇവരുടെ ഒരു രീതിയാണത്രേ. ഇനി നമ്മുടെ ആത്മീയ കുറുവാ സംഘത്തിൻ്റെ ആ പ്രവർത്തന രീതി നമുക്കൊന്ന് പരിശോധിക്കാം. കെട്ടിലും മട്ടിലും നോട്ടത്തിലും ഭാവത്തിലും വേഷവിധാനത്തിലും എന്തിന് മോഷണം നടത്തി കഴിഞ്ഞാൽ പോലും ഇക്കൂട്ടർ കള്ളന്മാരാണെന്ന് ആർക്കും ഒരു സംശയവും തോന്നില്ല എന്നതാണ് ഇക്കൂട്ടരുടെ മാത്രം ഒരു പ്രത്യേകത. യഥാർത്ഥത്തിൽ വേട്ടക്കാരാണെങ്കിലും കള്ളന്മാരാണെങ്കിലും ഇടയന്മാർ എന്ന വ്യാജേനയാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങുന്നത്. മുണ്ണക്കുഞ്ഞാടുകളാണ് ഇവർക്ക് പിതാവ്, തിരുമേനി, അപ്പൻ, പാച്ചർ എന്നൊക്കെയുള്ള പേരുകൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. ഇവർ ആദ്യം പണിക്കിറങ്ങുന്നത് ഒറ്റയ്ക്കല്ല. പാതിരിയും കപ്പ്യാരും ഒരു കൈക്കാരനും അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടവും മിനിമം ഉണ്ടാവും. കുറുവാ സംഘം ചെയ്യുന്ന മാതിരി ആദ്യം പകൽ വീടുകൾ കയറി ഇറങ്ങും. വീട്ടിൽ ആരൊക്കെയുണ്ട്, ഭർത്താവ് വിദേശത്തുള്ളവർ ആരൊക്കെയുണ്ട്, കയ്യിൽ കാശും വളച്ചാൽ വളയാൻ സാധ്യതയുള്ളവരും ഭർത്താവിനെ അലർജിയുള്ളവരും, അങ്ങനെ സകല വിവരവും എടുത്ത ശേഷം മാത്രമാവും ഇവർ കൊള്ളയാരംഭിക്കുക. ആത്മീയ കുറുവാ സംഘത്തിന്റെ നേതാക്കൾ താമസിക്കുന്ന സ്ഥലത്തിന് മേട അല്ലെങ്കിൽ മെനയൊന്നുമില്ലെങ്കിലും അരമന എന്നൊക്കെയാണ് പറയുന്നത്. തേട്ട് ഗ്രാമത്തിലെ കുറുവാ സംഘം പരമാവധി വസ്ത്രം കുറച്ചു ധരിക്കുമ്പോൾ
ആത്മീയ കുർവാ സംഘം പരമാവധി വസ്ത്രം വാരിച്ചുറ്റും. നൈറ്റി പോലെയുള്ള പൂച്ചാണ്ടി വസ്ത്രം പ്രത്യേകം പറഞ്ഞു പണിത് ഇടുന്നതാണ് ഇവരുടെ ഒരു രീതി. താടിയും മുടിയും പരമാവധി നീട്ടി വളർത്തി തലയിൽ പുള്ളിയുള്ള നിക്കറും ചിലർ ഇടാറുണ്ട്. ഇതും ഒരു തരത്തിലുള്ള ആൾമാറാട്ടമാണ്. എന്നാൽ മിശയും പഠിച്ച് ടയ്യം കെട്ടിപ്പോകുന്ന കൂട്ടരുമുണ്ട്. ഈ ലുക്കാണ് പ്രധാനം. ബിഷപ്പ് ഒരു കൈലിയും സ്ലിപ്പറും ഇട്ട് വന്നാൽ ആരെങ്കിലും ബഹുമാനിക്കുമോ, ശ്രദ്ധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഈ വേഷം കെട്ട് ഈ പണിക്ക് വളരെയേറെ പ്രധാനമാണ്. ലില്ലി ജോർജ് എന്ന ഭർത്തൃമതിയുടെ ആത്മഹത്യയിൽ പിടിക്കപ്പെടും എന്നായപ്പോൾ, ആ കേസിൽ അകത്താകുമെന്ന് ഉറപ്പായപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ വിൽസൺ എന്ന പാദ്രിയെ മെത്രാൻ ഇപ്രകാരം വേഷം മാറ്റി, പേരും മാറ്റി ബെസ്ലേൽ റമ്പാൻ എന്നാക്കി മാറ്റിയിരുന്നു എന്നത് ഒരു ചിന്ന ഉദാഹരണം മാത്രം. കുർവാ സംഘത്തെ പോലെ ആത്മീയ കുർവാ സംഘത്തിന് ഇവരുടെ പണിയിലും യാതൊരു കുറ്റബോധവുമില്ല. ഇവരുടെ പണിയെ ഇവർ വിശുദ്ധ കൂദാശ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവരുടെ വലയിൽ ഓരോ ഇരയും വീഴുമ്പോൾ അത് ഇവർക്ക് ലഭിച്ച ദൈവാനുഗ്രഹം അല്ലെങ്കിൽ കർത്താവിന്റെ കാരുണ്യം എന്നാണ് ഇവർ പറയുന്നത്. കുർവാ സംഘം അവരുടെ തൊഴിലിന് പോകുമ്പോൾ, കട്ടപ്പാരയും മറ്റ് പണിയായുധങ്ങളുമായി പോകുമ്പോൾ ആത്മീയ കുർവാ സംഘം അവരുടെ കയ്യിൽ പുസ്തകം എടുക്കുന്നു. ചിലർ മരക്കുരിശും അംശപടിയും എടുക്കുന്നു. രണ്ടു കൂട്ടരും സ്ത്രീകളെയും ദുർബലരെയുമാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. രണ്ടു കൂട്ടരും കയറുവാൻ ഇഷ്ടപ്പെടുന്നത് അടുക്കളവാതിലിലൂടെ ആയിരിക്കും. കുർവാ സംഘം മാല, കമ്മൽ, പിള്ളേരുടെ പഴയ നിക്കർ എന്നിവയൊക്കെ പെറുക്കിക്കൊണ്ടുപോകുമ്പോൾ ആത്മീയ കുർവാ സംഘം ബാങ്ക് അക്കൗണ്ട് മുഴുവനായി കൊണ്ടുപോകും. പറ്റിയാൽ നൈസായി മാനവും എടുക്കും. കുർവാ സംഘം ഇക്കാര്യത്തിൽ വളരെ നീറ്റാണ്. അവർ സ്ത്രീകളുടെ മാനത്തിന് വില പറയില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ് അവർ മോട്ടിക്കുന്നത്. ഉണ്ടെന്നുറപ്പില്ലാത്ത, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത, പോയിട്ടുള്ളവർ ആരും തിരിച്ചു വരാത്ത, പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത, കൊണ്ടുപോകുവാൻ നിൽക്കുന്നവന്മാർ പോലും പോകുമെന്ന് ഉറപ്പില്ലാത്ത സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന വെറും പ്രതീക്ഷ കൊടുത്താണ് ഈ ആത്മീയ കുർവാ സംഘം ഈ കണ്ട തീവിട്ടക്കൊള്ള മുഴുവൻ നടത്തുന്നത്. വൈനടിച്ച് അണ്ടിപ്പരിപ്പും തിന്ന് ഒന്ന് മനസ്സു തുറന്ന് ചിരിക്കുവാൻ വേണ്ടി മാത്രമാണ് അവർ ബൈബിൾ എടുത്ത് വായിക്കുന്നത്. പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നുമില്ല എന്ന വാക്യമാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ഞങ്ങളും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കൊയ്തവന്റെ മൊത്തവും അടിപടലം വക്രിച്ചെടുത്ത് ഞങ്ങളുടെ അരമനകളിൽ നിറയ്ക്കുന്നു. ജനങ്ങളുടെ പേടിയാണ് ഇവറ്റകൾ മുതലെടുക്കുന്നത്. കുർവാ സംഘം ഉപജീവനത്തിനു വേണ്ടി മോഷണം നടത്തി പിടിക്കപ്പെടുമ്പോൾ ഇടുവാൻ ഭാരതീയ ന്യായ സംഹിതയിൽ ഇഷ്ടം പോലെ വകുപ്പുകൾ ഉണ്ടെങ്കിലും ആത്മീയ കുർവാ സംഘം തീവട്ടിക്കൊള്ള നടത്തിയാൽ ഇടുവാൻ നിലവിൽ യാതൊരു വകുപ്പുകളും ഇല്ലെന്ന് പറയുമ്പോഴാണ് ദൈവത്തിന് നമ്മൾ സ്തുതി പറഞ്ഞു പോകുന്നത്. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.